പൈസനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ആയിക്കോട്ടെ, ഈ ഒരു ടൈമിൽ ഐ തിങ്ക് സോ നല്ല ലെവലിൽ പൈസ ഉണ്ടാക്കാനും നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകാനൊക്കെ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ? സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഞാൻ എന്റെ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞുതരാം. കുറച്ച് മുന്നേ വരെ എന്തായിരുന്നു, ഇപ്പൊ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 18, 19, 20 ആ ഒരു ടൈമിലൊക്കെ എനിക്ക് പൈസ ഉണ്ടാക്കണം നല്ലൊരു ആ ഒരു കൈൻഡ് ഓഫ് തോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഞാനൊരു ബെറ്റർ പേഴ്സൺ ആവുന്നുണ്ടോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഒരു പെർട്ടിക്കുലർ ഗോൾ കൊടുക്കും, ഇത്ര ഏർണിംഗ്സ് ഇത്ര മന്ത് എന്ന ലെവൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക. ആ ഒരു പ്രോസസ് മാത്രം, ആ ഒരു എൻഡ് ഔട്ട്കം മാത്രമേ ഞാൻ നോക്കുന്നത്. ആ ഒരു മണി അല്ലെങ്കിൽ അതിന് വേണ്ട പ്രോസസ്സ് എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ നടക്കണം, ഇത്ര സെയിൽസ് വരണം, അപ്പൊ ഇത്ര ഏർണിംഗ്സ് വരും. ആ ഒരു പ്രോസസ് മാത്രമേ നോക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ ലെവലില് ആ ഒരു ടൈമിൽ ആ ഒരു 18, 19 ഞാൻ വലിയ ലെവലിൽ എന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ എന്തായാലും അബദ്ധം പറ്റിയത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ പൈസ വേണ്ടി മാത്രം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൈസ വരാം. അതായത് എന്താ പറയാ, പിന്നെ ചില ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് അവർക്ക് കയ്യിൽ നിറയെ പൈസ വരാം, പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ കയ്യിൽ ദാമൊരു പോകും. കാരണം അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അത്ര കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ആ വ്യക്തി മാറിയിട്ടുണ്ടാവില്ല. കിട്ടുന്ന ഒരാൾ ചിലപ്പോൾ സുപ്രഭാതത്തിൽ കിട്ടുന്ന സമയത്ത് അയ്യോ കിട്ടിയോ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റിയോ ആ ഒരു മണി ഹാൻഡ്ലിംഗ് തിങ്ങോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അത്രയും ആ ഒരു ലെവലിൽ പൈസ ഹാൻഡിൽ ചെയ്യാൻ തക്ക ഗ്രോ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. സെയിം എനിക്ക് അങ്ങനെ തന്നെ നടന്നത്. ഞാൻ പൈസ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ട് ആയിട്ട് പൈസ വന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്യാനോ എന്നെ ഇംപ്രൂവ് ചെയ്യാനോ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 19, 20 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ത്രൂ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ലെവലിൽ പൈസ ഹാൻഡിൽ ചെയ്യാൻ ഒരു മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻസ് നോളേജോ ആൻഡ് ആസ് എ പേഴ്സൺ ആ ലെവലിൽ ഒരു മണി ഹാൻഡിൽ ചെയ്യാൻ ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ റിസീവ് ദാറ്റ് മണി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അത് ദാന്ന് പറയുമ്പോഴേക്കും കയറി, ദാന്ന് പറയുമ്പോൾ പോയി. റീസൺ ഞാൻ ആ ഒരു പ്രോസസ്സിൽ എന്നെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടും എന്നെ ആ ലെവലിലോട് മെച്ചൂർ ആക്കാത്തതുകൊണ്ടും. ശരിയാണ്, ഏജ് ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. ഒരാളുടെ ചെറിയ ഏജുള്ള ഒരു വ്യക്തിക്കും വലിയൊരു ഏജുള്ള വ്യക്തിനേക്കാളും മെച്യൂരിറ്റി ഉണ്ടാവുമായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെവലപ്പിംഗ് അവർ സെൽഫ്. ആ ഒരു 3-4 ഇയേഴ്സ് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ഗെറ്റ്, ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു ബിക്കം ഓൺ ദാറ്റ് പ്രോസസ്. അത് ഭയങ്കര മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര കിട്ടും, എന്ത് നടക്കുന്നല്ല, നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ആരായി തീരുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇനി ആ വരുമാനം ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഞാൻ എന്നൊരു വ്യക്തി അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ടാവണം. എന്റെ മൈൻഡ് സെറ്റ്, എന്റെ മെച്യൂരിറ്റി, എന്റെ ഒരു ഫൈനാൻഷ്യൽ നോളേജ്. അല്ലാതെ പക്ഷം ആ എത്രയാണോ വരുമാനം എനിക്ക് വരുന്നത് അതിനെ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് റിസീവ് ചെയ്യാനും ആ ഒരു ലെവലിലുള്ള അത്രയ്ക്ക് വരുമാനം വരാനുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടാവണം. കാരണം അങ്ങനെ മാറിയാൽ മാത്രമേ ആ പൈസ എൻ്റെ അടുത്ത് ലോങ് ടേമിലോട്ട് നിൽക്കത്തുള്ളൂ. അല്ലാതെ കിട്ടും, അത് എങ്ങനെയെങ്കിലും പോവും ചെയ്യും. ഞാൻ എവിടെയോ കേട്ടൊരു കാര്യമാണ്, ഏതോ ബുക്കിനകത്ത് എന്താണെന്ന് തോന്നുന്നു, ഈ ലോകത്തുള്ള പൈസ മൊത്തം നിങ്ങൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ആദ്യം ആരുടെ കയ്യിലാണോ ഉണ്ടായിരുന്നത് ആ പോക്കറ്റിലേക്ക് തന്നെ ഈ എല്ലാ പൈസയും തിരിച്ചു പോകുന്നുള്ള കാര്യം. കാരണം ധാന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൈസ ഒരാളുടെ കയ്യിൽ വരും, പക്ഷെ അത് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ധാന്ന് പറയുമ്പോൾ പോവുകയും ചെയ്യും. അതിനെക്കുറിച്ച് നോളേജ് ഇല്ല, അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ധാന്ന് പറയുന്നത് പോവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ ഈ ഒരു ഫേസിൽ ഞാൻ ഇത്ര പൈസ വേണം നമുക്ക് പൈസനെ മാത്രം ഫോക്കസ് ചെയ്യാതെ എനിക്ക് ഇത്ര കഴിഞ്ഞ ഒരു ഇത്ര വരുമാനം വരുന്ന സമയത്ത് അതിന് ബേർത്തി ആയിട്ട് ഒരു പേഴ്സൺ ആയിട്ട് ഞാൻ മാറണം ആ ഒരു പ്രോസസ്സിൽ. അങ്ങനെ ഞാൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടാൻ പോകുന്ന വരുമാനം അല്ലെങ്കിൽ ആ പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ, അതിന് ഡിസേർവബിൾ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൈസ സ്റ്റിക്ക് ഓൺ ചെയ്യും. അല്ലാത്ത പക്ഷം ഇറ്റ് വിൽ ഇങ്ങനെ വന്ന പോലെ ഇങ്ങനെ പോവുക ചെയ്യും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ മണി മൈൻഡ് സെറ്റ് റൈറ്റ് നൗ. അതുകൊണ്ട് തന്നെ ഇപ്പൊ എങ്ങനെയെങ്കിലും ഒത്തിരി പൈസ ഉണ്ടാക്കണം എന്നതിലല്ല ഞാൻ പോകുന്നത്. അപ്കമിങ് 5 years കംപ്ലീറ്റ്ലി ഐ എം വർക്കിംഗ് ഓൺ മൈസെൽഫ്. സോ എന്താ പറയാ, ഞാൻ എന്റെ സ്കിൽസിൽ, എന്റെ കാര്യങ്ങളിൽ ത്രൂ ദാറ്റ് ഐ ക്യാൻ മേക്ക് ഇനഫ് അബണ്ടൻസ് ഓഫ് മണി. സോ ഇന്ന് ഞാൻ ചിലപ്പോൾ അത്ര ഉണ്ടാക്കുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷേ ത്രൂ ഔട്ട് ദിസ് 5 years ദ പേഴ്സൺ ഐ എം ബിക്കമിംഗ് ഐ എം ഡാം ഷുവർ ഐ വിൽ ബി ഫൈനാൻഷ്യലി ഫ്രീ ഇൻ 5 years ബിക്കോസ് ഐ എം വർക്കിംഗ് ഓൺ മൈസെൽഫ്. ഞാൻ എന്നില പണിയെടുക്കുന്നത്. ഞാൻ ഒരു പെർട്ടിക്കുലർ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് അത് കൊണ്ട് പോവല്ലാതെ ഞാൻ കംപ്ലീറ്റ്ലി എന്നെ ഡെവലപ്പ് ചെയ്യാൻ, എന്റെ മെന്റാലിറ്റി, എന്റെ മൈൻഡ് സെറ്റ്, എവറിത്തിങ് നമ്മളിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആർക്കും നമ്മളെ എടുത്തു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഒരിക്കലും പൈസയുടെ പിന്നാലെ ഓടാതിരിക്കുക. പൈസ നിങ്ങളുടെ പിന്നാലെ ഓടി വരുന്ന ഒരു സമയം ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പണിയെടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൈസയ്ക്ക് ഡിസേർവബിൾ ആയിട്ട് നിങ്ങളെ മാറ്റാൻ നോളേജിലൂടെയും മൈൻഡ് സെറ്റിലൂടെയും പേഴ്സണാലിറ്റിയിലൂടെയും ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ മണിക്ക് ഡിസേർവബിൾ ആയിട്ട് നിങ്ങൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈസയുടെ പിന്നാലെ ഓരോ പൈസ നിങ്ങളുടെ അടുത്ത് ഓടിക്കൊണ്ടിരിക്കും. അതേസമയം നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകാന്നുണ്ടെങ്കിൽ ഈ പൈസ ഓട്ടോമാറ്റിക് നിങ്ങളുടെ പിന്നാലെ വരുന്ന സമയം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 4 മാസം, 5 മാസം, 6 മാസം ഒന്നും വരണമെന്നില്ല. ടേക്ക് സം ഇയേഴ്സ്. ബട്ട് സ്റ്റിൽ പേഷ്യൻസോടുകൂടി നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ബാലൻസ് എവറിത്തിങ്. പൈസ മാത്രമല്ല, everything will follow you if you work on yourself.